മിലൻ്റെ 2026 ഓണം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ 2 സ്റ്റുഡിയോയിലായിട്ടാണ് ഓണം ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഷൂട്ടിന് പോകാനുള്ള സമയമായി. ഞാൻ CBS സ്റ്റുഡിയോയിൽ ഒക്കെ ഇതിനൊക്കെ നേരത്തെ പോയി. അവിടെ ഫസ്റ്റ് ഷൂട്ട് കഴിഞ്ഞെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അതിന് മുമ്പ് ചെല്ലണം, അവർ മാറുന്നതിന് മുമ്പേ. സോ സീ യു ദേർ അറ്റ് ദ സ്റ്റുഡിയോ. ഓക്കെ. Switch me on and hang on tight. My party coded activated for the 2026 ഓണം ഷൂട്ടാണ്. അത് നല്ല ബ്യൂട്ടിഫുൾ 2 മോഡൽസ് നമ്മുടെ വന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും സർപ്രൈസിങ് ആയത് 2 മലയാളി കുട്ടികളാണ്. ഇവർ രണ്ടുപേരും, ഒരാൾ ഞങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്നൊരു മോഡലാണ്. ഇത് പുതുതാണ് അല്ലേ? മോള് പുതുതായിട്ടല്ലേ ചെയ്യുന്നത്? ഫസ്റ്റ് ടൈം. സോ ഷീസ് ഫ്രം മുംബൈ ഐ തിങ്ക് അല്ലേ? ഓക്കെ. ഓണത്തിൻ്റെ ഔട്ട്ഫിറ്റ്, അതായത് നമ്മുടെ ടെമ്പിൾ ജ്വല്ലറി ഇൻസ്പയർഡ് വർക്ക് ചെയ്തിരിക്കുന്ന ബ്ലൗസും അതിൻ്റെ തന്നെ ലെഹങ്കാസും ഇട്ടിട്ടുള്ള ഒരു ഷോട്ടാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ അവിടെ അതിപ്പോൾ കംപ്ലീറ്റ് ആയി. എനിക്ക് കണ്ടിട്ട് തന്നെ അവിടെ ഇരുന്നിട്ട് ഭയങ്കര ഇഷ്ടം. ഇതാണ് നമ്മുടെ ഓണത്തിൻ്റെ പുതിയ കളക്ഷൻ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഇൻസ്പയർഡ് ആയിട്ടുള്ള കുർത്തി, സൽവാസ്, സാരി എല്ലാം ഷോപ്പിലുണ്ട്. ആൻഡ് ഈവൻ വി ക്യാൻ കസ്റ്റമൈസ് ടു. നമ്മളുടെ ടെമ്പിൾ ജ്വല്ലറി ഇൻസ്പയർഡ് ഡിസൈൻസ് ആണ്, മോട്ടീവ്സ് ഒക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ പ്രാവശ്യം കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. റെഡി ആയിട്ട് നമ്മളിങ്ങനെ ലെഹങ്ക, ബ്ലൗസ്, സാരി വിത്ത് ബ്ലൗസ്, അതൊക്കെ അടുത്ത ചേഞ്ചിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെയാണ് വരിക. ഇതിപ്പോൾ ഈ ഒരു ബ്ലൗസ് മാത്രം, ഇതിന് വളരെയധികം പ്രോഡക്ട്സ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇത് ലുക്ക് ലൈക്ക് എ പ്രിൻസസ്, അതാ പറയാമോ. സ്കേർട്ടിൻ്റെ വർക്കിലാണെങ്കിലും നമ്മൾ അതുപോലെ തന്നെ കുന്തൻ സ്റ്റോൺസ്, കളേർഡ് ആയിട്ടുള്ള റെഡ് ആൻഡ് ഗ്രീൻ സ്റ്റോൺസ് കയറ്റിയിട്ടുണ്ട്. ഇതുപോലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടും എംബ്രോയിഡേഡ് ഫാബ്രിക് വെച്ചിട്ട് നമ്മൾ സ്കേർട്ട് ചെയ്ത് ഷോപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ വി ക്യാൻ കസ്റ്റമൈസ് ഓൾസോ. ഇതൊക്കെയാണ് ഇന്നത്തെ ഈ മോഡലിൻ്റെ വിശേഷം. കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതെല്ലാം തന്നെ നമ്മുടെ യൂണിറ്റ് നമ്മൾ ചെയ്ത് നമ്മുടേതായ ഡിസൈൻസിൽ മോട്ടീവ്സ് റെഡിയാക്കി ചെയ്തെടുത്തിട്ടുള്ള പ്രോഡക്റ്റ്. അതുകൊണ്ട് തന്നെ ഇത് ഇറ്റ്സ് അവൈലബിൾ, എങ്ങനെ വേണമെങ്കിലും അവൈലബിൾ ആണ്. ബ്ലൗസ് ആയിട്ടോ അല്ലെങ്കിൽ അതിന് ബ്ലൗസിന് സ്ലീവ് ഇല്ലാത്തത് നിങ്ങൾക്ക് സ്ലീവ് വേണമെന്ന് പറയുകയാണെങ്കിൽ വിത്ത് സ്ലീവ് ആണെങ്കിലും ഇറ്റ്സ് അവൈലബിൾ. ജസ്റ്റ് ഈ മോട്ടീവ്സ് ഒക്കെ തന്നെ നമ്മുടെ ടെമ്പിൾ ജ്വല്ലറിയിൽ നിന്നുള്ള ഇൻസ്പയർഡ് ആയിട്ടുള്ള മോട്ടീവ്സ് ആണ്. അത് നമ്മൾ ഹാൻഡ് വർക്കിൽ നമ്മുടെ പ്രോഡക്റ്റായിട്ട് നമ്മൾ ടിൻ ഹൗസ് ചെയ്ത് എടുത്ത പ്രോഡക്റ്റാണിത്. വി ക്യാൻ മേക്ക് ഇറ്റ് ലിറ്റിൽ മോർ ബ്രോഡർ വേണമെങ്കിൽ. ഇതിപ്പോൾ ഇങ്ങനെ ഇത്ര സിമ്പിളാക്കിയെന്ന് വെച്ചാൽ നമുക്കൊരു മാലയും കൂടെ ഇടണം, ടെമ്പിൾ ജ്വല്ലറിയുടെ ഒരു എലമെൻറ്റും കൂടെ അതിൽ വരണം എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ട് ചെയ്തത്. പിന്നെ സ്കേർട്ടിൽ ചെറിയ ഗോൾഡൻ ബീഡ്സിൻ്റെ ഒരു സ്ട്രിങ്സ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് നമ്മുടെ ഒരു സ്റ്റൈലിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഇതൊക്കെ വരുമ്പോഴാണ് ഒരു ഡിസൈനിങ് പൂർണ്ണമാകുന്നത്. ഈ കൈൻഡ് ഓഫ് ഡിസൈനിങ് അല്ലെങ്കിൽ സ്റ്റൈലിംഗ് ആണ് മില്ലിന്റെ പ്രത്യേകത. അല്ലെങ്കിൽ ഞാൻ കൂടുതലും ഇൻപുട്ട് ഇടുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. കമ്മിങ് ടു ദ സ്കേർട്ട്, ആക്ച്വലി ഇത് ഓഫ് വൈറ്റ് ബീഡ്സ് കൊണ്ടും കട്ട് ബീഡ് കൊണ്ടും ചെയ്തിരിക്കുന്ന ഒരു ബീഡ് വർക്ക് ചെയ്ത സ്കേർട്ടാണ്. ഇതൊരു ജക്കാർഡ് ടിഷ്യൂല് ജക്കാർഡ് വീവിംഗ് ഉള്ളൊരു ഫാബ്രിക് കൊണ്ട് നമ്മൾ ചെയ്തെടുത്ത ഒരു സ്കേർട്ടാണ്. സോ ഇതാണ് ഈ പ്രാവശ്യത്തെ ഓണം ലുക്ക്. മോളുടെ പേരെന്താ? അരുണിമ എന്ന് പറഞ്ഞ മോഡലാണ്. മദ്രാസ് ടെക്സ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഷൂട്ട് വന്നിരുന്നത്, അതിൽ ചെയ്തിരുന്നതാണ്. സോ അതും ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നു കേട്ടോ. ഹോപ്പ് ദിസ് ഓൾസോ വിൽ കം ലൈക്ക് സൂപ്പർ ഹിറ്റ് ഓണം ആയിക്കോട്ടെ ഈ പ്രാവശ്യം. സ്മിജിയുടെ സ്റ്റൈലിങ്, ആക്ച്വലി ജ്വല്ലറി ആൻഡ് എവറിത്തിങ് സ്മിജിയാണ് സെലക്ട് ചെയ്ത് എല്ലാം ചെയ്തത്. സ്മിജി ആക്ച്വലി എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിളും കൂടെ. നമ്മൾ പൈസ മാത്രമല്ല, മണി വരണം എന്ന് വിചാരിക്കുന്ന അല്ല, നമ്മുടെ ഹാർട്ടിൽ നിന്ന് വരണം. ഈവൻ ഫോർ യു ഗൈസ് ഞാൻ പറയുന്നത്, മോഡലിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ട് നമുക്ക് എങ്ങനെ ഭംഗിയാകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലാണ് നമ്മളുടെ ഔട്ടും ശരിക്കും വരുള്ളൂ. അങ്ങനെയാണെങ്കിലേ സക്സസ് ആവുള്ളൂ. അതിലൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് സ്മിജി. ഇങ്ങനെ ഒരു ബ്രൈഡ് ചെല്ലുന്ന ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ബ്രൈഡ് ഒരു ഫംഗ്ഷൻ കയറി ഭയങ്കര എക്സ്പെൻസീവ് അല്ല. എനിവേ
താങ്ക് യു സോ മച്ച്. എല്ലാവരോടും കോപ്പറേറ്റ് ചെയ്ത എല്ലാവരോടും ഭയങ്കര സന്തോഷം. താങ്ക് യു കേട്ടോ. മിലൻ്റെ 2026 ഓണം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ 2 സ്റ്റുഡിയോയിലായിട്ടാണ് ഓണം ഷൂട്ട് നടക്കുന്നത്. സാരിയും ലെഹങ്കയാണ് ഇന്നിപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, സിബിയയ്ക്കും എനിക്കും വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്ത 2 സാരികൾ ഉടുത്ത് ഞങ്ങൾ ഫ്ലോറിൽ വന്നതാണ്. സിബിയുടെ സാരി ആക്ച്വലി ഒരു സ്കേർട്ട് ഡ്രൈപ്പ് സാരി പോലെ ചെയ്തിരിക്കുന്നത്, ലെഹങ്ക ഡ്രൈപ്പ് സാരി പോലെ. അതിൽ നമ്മൾ വളരെയധികം ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഡിസൈൻസ് ഈ പ്രാവശ്യം 2026 ഓണത്തിന് വേണ്ടിയിട്ട് മിലൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ഫോട്ടോ അല്ലേ, ഒരു ഫോട്ടോ സെഷൻ കഴിഞ്ഞ് അടുത്ത സെഷനിലേക്ക് പോകാൻ നിൽക്കുവാണ്. അപ്പം ഷൂട്ടിനെയും നടക്കാനുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മുടെ മിലൻ ഡിസൈൻ്റെ പേജിലും ബ്രൈഡ്സ് ഓഫ് മിലൻ്റെ പേജിലും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒത്തിരി അധികം ഔട്ട്ഫിറ്റ്സുകൾ റെഡിയാക്കിയിട്ടുണ്ട്. സാരി, സൽവാർസ്, കുർത്തീസ്, എവറിത്തിങ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഹാൻഡ് വർക്ക്സും കൊടുത്തിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ ഓണം ഞങ്ങൾ ടെമ്പിൾ ജ്വല്ലറി ഇൻസ്പയർഡ് ഓണമാണ്. അതായത് സൗത്ത് ഇന്ത്യയുടെ പ്രസ്റ്റീജിയസ് ജ്വല്ലറിയായ ടെമ്പിൾ ജ്വല്ലറിയിൽ നിന്ന് ഇൻസ്പിറേഷൻസ് എടുത്തിട്ട് നമ്മൾ അതിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ആണ്. ഔട്ട്ഫിറ്റുകളൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? നമ്മുടെ ഔട്ട്ഫിറ്റ് എങ്ങനെയാണ്? എല്ലാം വളരെ ഡിഫറെൻ്റ് ആണ്, ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ട്. അതായത് ആക്ച്വലി നമ്മളുടെ കേരള ടേസ്റ്റിൽ നിന്നുകൊണ്ട് ഉണ്ടാക്കിയ ജ്വല്ലറി ഡിസൈൻസ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. നേരെ മിലൻ ഡിസൈനിലേക്ക് വരിക. PT ഷോറോടുള്ള മിലൻ ഡിസൈനിൽ നമ്മളുടെ എല്ലാ ഔട്ട്ഫിറ്റ്സും ഡിസ്പ്ലേയിലുണ്ടാവും. സോ ചെക്ക് ഇറ്റ് ഔട്ട്.